ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ കൊടൈക്കനാലിലെ രണ്ടാമത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെയാണ്. ലേക്കും ഇവിടുത്തെ ടൗണും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലേക്കിൽ ഇതാ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇന്ന് ഇവിടെ തിരക്ക് കുറവാണ്, ആൾ തീർത്ത് കുറവാണ്. ഇവിടെ നാളെ കാണാനില്ല, ബോട്ടുകളെല്ലാം വെറുതെ കിടക്കുക. ഇങ്ങനെ നമുക്ക് ഈ ലേക്കൊന്ന് ചുറ്റും നടന്നൊന്ന് കണ്ടുവരാം. ലേക്കിൽ ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ. ഇത് ശരിക്കും ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ലേക്കാണ് കേട്ടോ. ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഇതിന്. സായിപ്പന്മാർ നിർമ്മിച്ച ഒരു ലേക്കാണ്. കാരണം അവരിവിടെ കൃഷി ആവശ്യത്തിനും മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട് ഇവിടെ ഈ വെള്ളം തടഞ്ഞു നിർത്തി ഉണ്ടാക്കിയെടുത്തതാണ്. സ്വതവേ ഉള്ളൊരു ലേക്കല്ല. എന്നാലും ഇത് കാണാൻ ഭയങ്കരമായ ഭംഗിയാണ്. ഇത് അവിടെ ഒരു വാട്ടർ ഡാൻസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ. നമുക്ക് അപ്പുറത്തോട്ട് പോയി ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കുതിരയൊക്കെ നിൽപ്പുണ്ട്. കുതിരനെയൊക്കെ ഒന്ന് കണ്ടുപോയാൽ വെള്ളക്കുതിര, പാണ്ടൻ കുതിര, കറുപ്പ് കുതിര എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ കുതിര സവാരിയൊക്കെ നടത്താം നമുക്ക് കേട്ടോ. നമ്മളിപ്പോൾ കുതിരയിലൊന്നും കയറുന്നില്ല. ഈ ലേക്കിന് ചുറ്റും നമ്മൾ നടക്കുകയാണ്, ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ സൈക്കിൾ വെച്ചിരിക്കുന്നുണ്ടോ. 2 പേർക്കൊക്കെ ഇരുന്ന് ചവിട്ടാൻ സൈക്കിളുകളുണ്ട് കേട്ടോ. ഈ സൈക്കിളൊക്കെ ഇവിടെ ഒരു വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഈ ലേക്കിന് ചുറ്റും ഇതിലെല്ലാം സൈക്കിളിൽ നമുക്ക് സവാരി നടത്താവുന്നതാണ്. മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിവിടുത്തെ ഒരു സ്ഥിരമായ കാഴ്ചയാണ്. നമ്മൾ വരുമ്പോൾ യാദൃശ്ചികമായൊരു കാഴ്ചയാണ്. കൊടൈക്കനാലിൽ ഒട്ടനവധി കാഴ്ചകളുണ്ട്. നമുക്ക് എയർ ഗണ്ണുകൊണ്ട് ഉന്നം പരീക്ഷിക്കാം. ഇതുകൊണ്ട് ബലൂണൊക്കെ പൊട്ടിക്കാം. അതിനെന്തൊക്കെ പ്രൈസ് ഇവർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങനെ ഗെയിം കളിക്കാം. ഇവിടെയും നമുക്ക് സൈക്കിൾ സവാരി കാണാം. സൈക്കിൾ സവാരി അല്ല, സൈക്കിൾ വെച്ചിരിക്കുന്ന കാണാം. വേണമെങ്കിൽ നമുക്ക് ഇതടുത്ത് സവാരി നടത്താം. ഇവിടെ ബോട്ട് സവാരിയൊക്കെ കാണാം കേട്ടോ. ചെറിയ ബോട്ട്. ഇത് പെഡൽ ബോട്ടാണ്, ചവിട്ടി നീങ്ങുന്നത്. അങ്ങനത്തെ ബോട്ടുകളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. കയാക്കിങ്. ഈ ലേക്കിന് ചുറ്റും റോഡാണ് കേട്ടോ. ആ റോഡ് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലാൻ പറ്റുമേ. നമുക്ക് ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെന്ന് അപ്പുറത്തോട്ടുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാവേ. ഇവിടെയൊക്കെ അവർ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ അല്ലെങ്കിൽ വേലിയില്ലെങ്കിൽ ആൾക്കാർ വന്ന് ഈ വെള്ളത്തിലോട്ട് ചാടും. ഇവിടെ ശരിക്കും പറഞ്ഞ ആൾ കുറവാണ്. ഈ ലേക്ക് ഉണ്ടാക്കിയ സമയത്തുള്ള ചെറിയ സ്തൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെമ്മറി ഓഫ് കൊടൈക്കനാൽ. ഇവിടെ ഒരു വലിയ മരം കാണാം നമുക്കിവിടെ. അതായത് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, തമിഴിലും ഇംഗ്ലീഷിലുമാണ്. പക്ഷേ എനിക്ക് ഈ മരം എന്താണെന്ന് മനസ്സിലായില്ല. ഭയങ്കര ഒരു മരമാണ്. സായിപ്പ്മാർ വെച്ച് പിടിപ്പിച്ചൊരു മരമാണ്. ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ നമുക്ക് കാണാവേ. ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമുണ്ട് കേട്ടോ. നമ്മൾ നടന്നാലും തീരെ കേട്ടോ. നമുക്ക് എവിടെ നിന്നാലും ഈ വാട്ടർ ഫ്ലോ കാണാവേ. ഇവിടെ കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ കൊടൈക്കനാലിൽ നമ്മൾ ഈ പറയുന്ന അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ഒരുവിധം ചൂടാണ് കാലാവസ്ഥയൊക്കെ. വൈകിട്ടും രാവിലെയൊക്കെ തണുപ്പുള്ളൂ. രാവിലെ സമയത്ത് നമുക്ക് ഈ ലേക്കിൻ്റെ ഇതിലേക്ക് വരുവാണ്. ഈ ലേക്കിലൊക്കെ ഇങ്ങനെ മഞ്ഞിറങ്ങി കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമേ. അത് മനോഹരമായൊരു കാഴ്ചയൊക്കെ. അപ്പുറത്ത് കണ്ടോ, ആ ഒരു വെള്ളം ചെതറുമ്പോൾ ഒരു മഞ്ഞ് പോലെ വരുന്നുണ്ടോ. ലേക്കിലെ ബോട്ടിംഗ് ഉണ്ടോ. ഇത് പെഡൽ ബോട്ടിംഗ് ആണ്. നമ്മൾ അക്കരെ കണ്ടേ അവർ തന്നെയാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കടകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ കടകളുടെ എണ്ണം കൂടിയ മാത്രമേ ഉള്ളൂ, ഇവിടെ ആളില്ല. കുറച്ച് നേരമായി നമ്മൾ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടേ. ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങേ സൈഡിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയില്ല. ഏതായാലും അതിൻ്റെ ഒരു അങ്ങേ അറ്റത്ത് നമ്മൾ എത്തിയിട്ടേ ഇത് വരുന്നുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് അപ്പുറത്തെ ഒരു ബോട്ട് ജെട്ടി കാണാം കേട്ടോ.
അവിടെ നിന്നാണ് ഈ ബോട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുതരം പക്ഷിയെ കണ്ടോ? അവൻ ഈ ജലത്തിൽ ജീവിക്കുന്ന ആണ് കേട്ടോ, ഒരു ജലപക്ഷിയാണ്. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലത്തെ ഒരു തോണി കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ തോണിക്ക് ഒരു കൊമ്പേ ഉള്ളൂ. ഇത് ഫൈബർ തോണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ കാശ്മീരൊക്കെ പോയാൽ കാണാവുന്ന രീതിയിലുള്ള കുറേ ഉല്ലാസ നൗകകളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ബോട്ട് ഹൗസിൽ പോയി ഇവിടെ നിന്ന് നമുക്ക് ഈ ലേക്കിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. കയറി വരുമ്പോൾ തന്നെ അവിടെയൊക്കെ കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്നതാണ്. ലൈഫ് ജാക്കറ്റുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? പല തരത്തിലുള്ള ഉല്ലാസ നൗകകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അരയന്നത്തിൻ്റെ ഷേപ്പിലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുവാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതേയുണ്ട് കേട്ടോ, അപ്പുറത്തും ബോട്ട് ഹൗസാണ്. ഈ ലേക്കും ഈ ബോട്ട് ഹൗസും കൂടെ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ. ഇപ്പം നമ്മൾ കൊടൈക്കനാലിലെ ബോട്ട് ഹൗസിലാണ് കേട്ടോ. ഇതുണ്ടോ എന്തുമാത്രം ബോട്ടുകൾ കിടക്കുന്നത്. എല്ലാം പെഡൽ ബോട്ടുകളൊക്കെയാണ്, ഫൈബർ ബോട്ടുകളൊക്കെയാണ്. ഈ വെള്ളത്തിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് നിറച്ചിങ്ങനെ തുഴഞ്ഞൊക്കെ നടക്കുന്നതാണ്. വളരെ ഭംഗിയായിരിക്കും. ഈ സൈഡിലേക്കും ഒരുപാടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഫൈബർ ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം. നമുക്ക് ആളൊക്കെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ 3-4 ആളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സവാരിയൊക്കെ നടത്താമായിരുന്നു. 3-4 ആളുണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്തൊരു യാത്ര ചെയ്യാനൊരു സുഖമുള്ളൂ. ഇടയ്ക്കുമുട്ടിനൊക്കെ ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം. അപ്പോഴിതാ ഇവിടുന്ന് ഒരു ബോട്ട് സ്റ്റാർട്ടാകുന്നു. ഇത് തുഴഞ്ഞു പോകുന്നതാണ് കേട്ടോ. ചെറിയ നമ്മളെ ഈ വഞ്ചി ഒക്കെ പോലെ തന്നെയാണിത്. പെഡൽ ബോട്ടല്ല. ഇവരൊരു യാത്ര തുടങ്ങുകയാണ്. നമുക്ക് ആ യാത്ര ഒന്ന് കണ്ടു നോക്കാം. ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. പക്ഷേ നിങ്ങളെപ്പോലെ ലൈക്കും ഷെയറും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഒരുപാട് വീഡിയോകളും യാത്രകളും നമുക്ക് ചെയ്യാനുണ്ട്, പോകാനുണ്ട്. അപ്പം ഒരു ദാരിദ്ര്യം പിടിച്ച ചാനലിന് ആയി പറഞ്ഞ അത്ര ഇവിടെ റെക്കോർഡാണ്. ഇന്നത്തെ അതോ അഞ്ച് നേരം നേട്ടൻ്റെ ഓണം ഭയങ്കര ഞാനത് മ്യൂസിക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു ബോട്ടാണ്. ഇവരിവിടെ ബോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പണിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വർക്കും ഇതിൻ്റെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. പക്ഷേ ഞാൻ ശരിക്കും ആദ്യം ഒരു വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്തു. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ശരിക്കും നോക്കിയത് ഇപ്പോഴാണ്. ഇവിടെ 400 രൂപ മേടിക്കുന്നുണ്ട്. പക്ഷേ അവർ ചാർജ് 200 എടുക്കുന്നുള്ളൂ. ഞാൻ നോക്കുമ്പം 200 രൂപ റീഫണ്ട് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ അത് എല്ലാത്തിനും 600 രൂപയ്ക്ക് 300 എടുക്കും, 300 റീഫണ്ട് കൊടുക്കും. 900-ന് 450 എടുക്കും, 450 റീഫണ്ട് കൊടുക്കും. അപ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു വരുവേ. അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 600-ന് ആ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, കൊടൈക്കനാൽ ലേക്കിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലേക്കിലൊക്കെ ഒരു സവാരിയൊക്കെ നടത്തുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. രാവിലെയും വൈകിട്ടൊക്കെയാണ് ഇത് കുറച്ചും കൂടെ ഒരു ഉണർവായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മനോഹരമായ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.